ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ച എംപിമാരായ നിഷികാന്ത് ദുബെയെയും ദിനേശ് ശർമ്മയെയും തള്ളി ബിജെപി. ഇരുവരുടെയും അഭിപ്രായങ്ങളോട് യോജിക്കുന്നില്ലെന്ന് ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ വ്യക്തമാക്കി. ഇരുവരും പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ബിജെപി ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നുവെന്നും നഡ്ഡ പറഞ്ഞു. ദുബെയ്ക്കും ശർമ്മയ്ക്കും ബിജെപി താക്കീതും നൽകിയിട്ടുണ്ട്. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ഏറെ വിവാദമുണ്ടാക്കിയ ഒരു പ്രസ്താവനയായിരുന്നു ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചതിലൂടെ ഇരു എംപിമാരും നടത്തിയത്. എന്തായാലും ബിജെപി നേതൃത്വം അതിന് തലവെക്കാതെ അവരെ തള്ളിയിരിക്കുന്നു, താക്കീത് നൽകിയിരിക്കുന്നു, അല്ലേ? ജിൽസി, വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി ഇപ്പോൾ ഇരുവരെയും തള്ളിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെ ആയിരുന്നു എംപിമാരായ നിഷാന്ത് ദുബെയും അതോടൊപ്പം തന്നെ ദിനേശ് ശർമ്മയും വലിയ രീതിയിൽ കടന്നാക്രമിച്ചത്. ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതിയുമെല്ലാം ആ വിമർശനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം നടത്തുകയായിരുന്നു. അതിനോടാണ് ഇപ്പോൾ ബിജെപി ദേശീയ അധ്യക്ഷൻ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരുടെ അഭിപ്രായത്തോട് ബിജെപി യോജിക്കുന്നില്ലെന്നാണ് ജെ.പി. നദ്ദ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇരുവർക്കും പാർട്ടി താക്കീത് നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ അഭിപ്രായമാണ് അവർ നടത്തിയത്. ബിജെപി ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും കൂടി ജെ.പി. നദ്ദ പറയുന്നുണ്ട്. രാജ്യത്ത് മതപരമായ യുദ്ധങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിന് ഉത്തരവാദികൾ സുപ്രീം കോടതിയാണെന്നായിരുന്നു ദുബെയുടെ പരാമർശം. ഇതിന് പിന്നാലെ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണെന്നും ദുബെ പറഞ്ഞിരുന്നു. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജെപി ദേശീയ അധ്യക്ഷൻ തന്നെ ഇരുവരെയും തള്ളി രംഗത്തെത്തിയത്. ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള വിവാദമായ പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ഇരുവരുടെയും പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.